ഞാൻ അമ്പലത്തിലോട്ട് ഫുൾ ടൈം ഓടിപ്പോകുന്നത് കൊണ്ട് എനിക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടുക? എൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, എൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ അമ്പലത്തിലോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായ ചിന്തകളാണ്. നമ്മുടെ ശരീരത്തുള്ള നെഗറ്റീവായ ഊർജത്തെ റിലീസ് ചെയ്യലല്ല ദൈവത്തിന്റെ ജോലി. ഒന്നുകിൽ നമ്മുടെ സാഹചര്യം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ആളുടെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ. ഇത് ക്ലിയർ ആവാതെ ഈ നെഗറ്റീവ് ഊർജം ഉപയോഗിച്ച് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് എന്താ ഗുണം? ഓറ അല്ലെങ്കിൽ അവിടുത്തെ ഓറയെ നമ്മളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ പോകേണ്ടത്? ഭഗവാനിൽ നിന്ന് വരുന്ന ആനന്ദത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടായിരിക്കണം അമ്പലത്തിൽ പോകുന്നത്. നമ്മുടെ നെറ്റിയുടെ മധ്യഭാഗമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ടും നമ്മൾ നന്നായിട്ട് ഭഗവാനെ ഹഗ് ചെയ്യുന്നതായിട്ടോ നമ്മുടെ കൂടെ നിൽക്കുന്നതായിട്ട് മനസ്സിൽ വിചാരിച്ച് ഭഗവാനെ മുന്നിൽ പ്രാർത്ഥിച്ച് നോക്ക്. നിങ്ങൾക്ക് ഇതിന് മുമ്പുണ്ടായ അനുഭവമായിരിക്കില്ല ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഒറ്റയ്ക്കല്ല എന്നുള്ള തോന്നൽ വരും. ഒറ്റയ്ക്കല്ല എന്നുള്ള തോന്നൽ വന്നു കഴിയുമ്പോൾ എൻ്റെ കൂടെ ഭഗവാനുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് നേരിടാം, എനിക്ക് ഒരാളുടെ സപ്പോർട്ടും വേണ്ട എന്നുള്ളൊരു വലിയൊരു കോൺഫിഡൻസ് വരും. നിങ്ങൾ കുളിച്ച് ശുദ്ധിയാവുന്നതിന് മുമ്പ് നിങ്ങൾ ശുദ്ധിയാണോ എന്ന് ചിന്തിക്കണം. അതല്ല നിങ്ങളുടെ ശരീരത്തെ ശുദ്ധിയായിക്കൊണ്ട് ഒരു കാര്യമില്ല. റോസിൻ ചേട്ടൻ തന്നെ പല ഇന്റർവ്യൂകളും പറഞ്ഞൊരു കാര്യമാണ്, ക്ഷേത്രത്തിൽ പോകരുത്, പോയിട്ട് യാതൊരു ഗുണവും ഇല്ല, നിങ്ങളുടെ ലൈഫിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് യാതൊരു കാര്യവും അവിടെ നിന്ന് പോയാൽ കിട്ടത്തില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചേട്ടൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ശരി, ഒരുപാട് മനുഷ്യർക്ക് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കൊണ്ട് ഒരുപാട് കൺഫ്യൂഷനും എന്നോട് ഒരുപാട് ചെറിയൊരു പിണക്കൊക്കെ എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചത്. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട ചില കാര്യങ്ങളും, എൻ്റെ കുടുംബത്തിന് വേണ്ട ചില കാര്യങ്ങളും, എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ട ചില കാര്യങ്ങളും, എൻ്റെ ആത്മാവിനും എൻ്റെ സത്വത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാതെ, അത്തരത്തിലുള്ള എൻ്റെ കർമ്മങ്ങളിലോട്ട് ഞാൻ നോക്കാതെ, എൻ്റെ പ്രശ്നങ്ങളിലോട്ട് ഞാൻ ഫോക്കസ് ചെയ്യാതെ, ഈ സമയത്തെല്ലാം ഞാൻ അമ്പലത്തിലിരിക്കുന്ന പ്രതിഷ്ഠ, അമ്പലത്തിലിരിക്കുന്ന ഭഗവാൻ അവരെന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ ചിന്തയിൽ ഞാൻ അമ്പലത്തിലോട്ട് ഫുൾ ടൈം ഓടിപ്പോകുന്നത് കൊണ്ട് എനിക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടുക? എനിക്ക് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കർമ്മം ഞാൻ പൂർത്തീകരിക്കണം. എൻ്റെ കർമ്മം പൂർത്തീകരിക്കുന്നതിനൊപ്പം തന്നെ ഞാൻ എൻ്റെ ഭഗവാൻ ആരാണോ അത് നമ്മൾ 5-10 മിനിറ്റ് അമ്പലത്തിൽ ചെലവാക്കുന്നത്, കൂടിപ്പോയി ഒരു അരമണിക്കൂർ. ബാക്കിയുള്ള 24 മണിക്കൂറിൽ 23 മണിക്കൂറും നമ്മൾ നമ്മുടെ ഒപ്പം, നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിലൊപ്പം, നമ്മൾ നമ്മുടെ എനർജിയുടെ ഒപ്പമാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മൾ റീവർക്ക് ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ശുദ്ധിയാവാതെ, എൻ്റെ ആത്മീയമായ ചിന്തകളിലോട്ട് മാറ്റം വരുത്താതെ, ഞാൻ മറ്റുള്ള മനുഷ്യരോടുള്ള സമീപനം ചേഞ്ച് ആവാതെ, എൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന നെഗറ്റീവായ ചിന്തകളെ എനിക്കെടുത്ത് കളയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോകണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ അമ്പലത്തിൽ പോയിട്ടൊരു കാര്യമില്ല. അല്ല, ഞാൻ അമ്പലത്തിന് തടയുന്ന ആളല്ല, ഞാൻ അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഇത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങളും വെച്ചിട്ട്, ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയും വെച്ചിട്ട് എൻ്റെ ശരീരത്തിന്, അതായത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ചൈതന്യത്തെ സ്വീകരിക്കാനുള്ള ഒരു യോഗ്യതയും എൻ്റെ ശരീരത്തിന് ഞാൻ ആ ജീവിതം, അതായത് രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധിയായി പോകുന്നതല്ല ശുദ്ധി. നിങ്ങൾ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും അതല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ കുളിച്ച് ശുദ്ധിയാവുന്നതിന് മുമ്പ് നിങ്ങൾ ശുദ്ധിയാണോ എന്ന് ചിന്തിക്കണം. അതല്ല നിങ്ങളുടെ ശരീരത്തെ ശുദ്ധിയായിക്കൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഓറേനെയും നമ്മുടെ എനർജിനെയും കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ വളരെ നെഗറ്റീവായി എനർജിയിൽ നമ്മൾ ജീവിക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നമ്മുടെ സാഹചര്യം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ആളുടെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ. ഇത് ക്ലിയർ ആവാതെ ഈ നെഗറ്റീവ് ഊർജം ഉപയോഗിച്ച് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് എന്താ ഗുണം? ഒരു ഗുണമില്ല. അവിടെ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് ഒന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞവൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്പലത്തിൽ പോകണ്ടെന്നല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശുദ്ധിയാക്കാതെ, നിങ്ങളുടെ മനസ്സിനെ ശുദ്ധിയാക്കാതെ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ഒരു ഗുണമില്ല. അതായത് ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിപ്പോകുന്നതിനിടമല്ല അമ്പലം, അല്ലെങ്കിൽ എനിക്കൊരു സങ്കടം വരുമ്പോൾ ഓടിപ്പോകുന്നതിനിടമല്ല അമ്പലം. അങ്ങനെയല്ല നിങ്ങൾ അമ്പലത്തെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അമ്പലത്തിൽ പോകണം, നമ്മൾ പള്ളിയിൽ പോകണം, എല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ അത് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണെന്നുള്ള ചിന്ത എടുത്ത് മാറ്റണം. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാനുള്ള എൻ്റെ കൂടെ നീ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ നമുക്കോട് കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ആ ധൈര്യം, എൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാകും, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടാകും എന്ന് പറയുന്ന വിശ്വാസം വേണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യണം. അല്ല ഭഗവാൻ ചെയ്തു തരില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ചെയ്യാനുണ്ട്, നമുക്ക് ചെയ്യാനുണ്ട്. ഇതെല്ലാം ഞാൻ അമ്പലത്തിൽ പോയി ഈ ഭഗവാൻ എല്ലാം കൊണ്ടുതരും എന്നും പറഞ്ഞ് വീട്ടിലിരിക്കാണ് ചെയ്യേണ്ടത്. അല്ല, എത്രയോ മനുഷ്യർ അങ്ങനെ ചെയ്യുന്നത്. വഴിപാട് കഴിക്കുന്നു, പൂജ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ നേർച്ചയായിട്ട് അമ്പലത്തിൽ പോകുന്നു,
ഈ നമ്മുടെ കേരളത്തിലുള്ള സകല അമ്പലങ്ങളിലും കയറി ഇറങ്ങുന്നു. എന്നിട്ട് എന്താ ഗുണം? അങ്ങനെയല്ല മനസ്സിലാക്കണ്ടേ. നിങ്ങൾ അമ്പലത്തിൽ പോയാലും പോയില്ലെങ്കിലും നിങ്ങളുടെ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള നിങ്ങളുടെ വിശ്വാസമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതല്ല, നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നാം ഓക്കെ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു നെഗറ്റീവായ ഒരു ഊർജ്ജം സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ചിന്തകൾ മാറുന്നുണ്ട്, നമ്മുടെ മൊത്തത്തിലൊരു ഓറ ചേഞ്ച് ആവുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ശരീരത്തെ ശുദ്ധിയാക്കിയതിനു ശേഷം നിങ്ങൾ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പ്രൊട്ടക്ഷൻ ഓറയായിട്ട് നിങ്ങൾക്ക് തിരിച്ചിറങ്ങാം. തിരിച്ചിറങ്ങിയിട്ട് ആ ഓറ ഉപയോഗിച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാനല്ല വേണ്ടേ. ആ ഓറ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കർമ്മത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണം. മനസ്സിലായി? നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കണം, നിങ്ങൾ വേദനിക്കാനോ സങ്കടപ്പെടാനോ തയ്യാറാവണം. അതല്ലാതെ ഇതെല്ലാം തരുമ്പോൾ ഇത് ഭഗവാൻ തന്നതാണല്ലോ, ഞാൻ അമ്പലത്തിൽ പോയില്ലോ, ഞാൻ ഈ നേർച്ച നേർന്നല്ലോ, ഞാൻ ഈ ഹോമം കൊടുത്തല്ലോ, ഞാൻ ഗണപതി ഹോമം കൊടുത്തിട്ട് എന്തുകൊണ്ട് എന്റെ പ്രശ്നം മാറാത്തെ? അങ്ങനെയല്ല ഇതിനെ മനസ്സിലാക്കണ്ടേ. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ചേട്ടാ, അപ്പൊ ഇതിനകത്തില് തന്നെ ചേട്ടി പറയുന്ന രീതിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ വേണ്ടി അവിടേക്ക് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എനിക്കൊന്നും ജീവിതത്തിൽ കഷ്ടപ്പെടാൻ വയ്യ, എല്ലാം ദൈവം സഹായിച്ചു തരും. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് കുറെ ആൾക്കാരില്ലേ, ഇവര് പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വെറുതെ ഒന്ന് സമാധാനത്തിന് അവരുടെ ലൈഫിൽ ഹാർഡ് വർക്ക് ഒക്കെ ഉണ്ട് സക്സസ്ഫുള്ളി പോകുന്ന പല ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഉപാസനകളുള്ള ആൾക്കാർ തന്നെയാണ്. വളരെ ക്ലിയർ ആയിട്ട് അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഈ പറയുന്നതിന്. എന്റെ ശത്രു, എനിക്ക് ഓഫീസിൽ കുറച്ച് ശത്രുക്കളുണ്ടെന്ന് വിചാരിക്കാം. എന്റെ അയൽവക്കത്ത് എനിക്ക് കുറച്ച് ശത്രുക്കളുണ്ട്. എനിക്ക് എൻ്റെ വീട്ടില് എനിക്ക് ഇഷ്ടമില്ലാത്ത കുറെ ആളുകളുണ്ട്. അപ്പോ ഇവരിൽ നിന്ന് കിട്ടുന്ന ആ പ്രഷറും സങ്കടങ്ങളാണല്ലോ നമ്മുടെ വേദന എന്ന് പറയുന്നത്. ഈ വേദന വേദന മാറ്റി തരണം എന്ന് പറയുന്നിട്ടാണല്ലോ ഞാൻ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ വേദന മാറ്റി തരണമെങ്കിൽ എനിക്ക് വേദന തരുന്ന ആളുകൾ ഒന്നുകിൽ നശിച്ചു പോകണം, അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോകണം ആണല്ലോ. എങ്കിലാണല്ലോ എനിക്ക് വേദന നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, എന്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, എന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ അമ്പലത്തിലോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായ ചിന്തകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റിവിറ്റിയാണ്. നിങ്ങൾ ഇതിനൊന്നും നിങ്ങൾ ശ്രമിക്കേണ്ട. നിങ്ങൾ അമ്പലത്തിൽ പോയാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഭഗവാന് നന്നായി അറിയാം. അല്ല, നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഇത് ആയിട്ട് പോകണ്ട. അതായത് എന്റെ ശത്രുവിനെ ഇല്ലാണ്ടാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതല്ല യഥാർത്ഥ പ്രാർത്ഥന. മനസ്സിലായോ? ഓക്കെ, എന്റെ ശത്രു എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു, ആ ശത്രുവിന് ഒരു ബോധം കൊടുക്കണേ. കാരണം എനിക്ക് സംഭവിച്ചത് നാളെ ഒരിക്കലും ഇനി അദ്ദേഹത്തിന് ബോധം സംഭവിക്കരുത്. ശത്രു എന്ന് പറഞ്ഞ ഭർത്താവാം, മക്കളാവാം, ആര് വേണമെങ്കിലും ആവാം. അപ്പൊ എന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടി പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് നെഗറ്റിവിറ്റിയാണ്. മനസ്സിലായോ? അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ നമ്മുടെ സ്വപ്നങ്ങളോ ഒന്നും കൊണ്ട് വെക്കേണ്ട അമ്പലത്തിൽ. അപ്പൊ നമ്മൾ പ്രതീക്ഷകളുമായിട്ട് അമ്പലത്തിൽ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രതീക്ഷകളുമായിട്ട് പള്ളിയിൽ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു എനർജീനെ സെൻസ് ചെയ്യാൻ പറ്റരുത്. ചില ആളുകൾ അവിടെ പോയി നിന്ന് കരഞ്ഞ് പിഴിഞ്ഞ് സങ്കടപ്പെട്ട് വിഷമിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങി വരും. അവർക്ക് അപ്പോഴും സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ തിരിച്ച് രാവിലെ എഴുന്നേൽക്കുന്നു, കൃഷ്ണനോടുള്ളൊരു ഭക്തി മനസ്സിൽ വിചാരിക്കുന്നു, എന്നിട്ട് കൃഷ്ണനെ ഒന്ന് കാണണം, ഒന്ന് കണ്ടാൽ മതി കൃഷ്ണനെ, എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ തൊഴുതൊന്ന് പ്രാർത്ഥിക്കണം എന്ന് ഒരൊറ്റ ആഗ്രഹം. ആതിരയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓഫീസിലെ പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇത് മൂന്നെണ്ണം ഇങ്ങനെ വേണ്ട ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ആതിര രാവിലെ എഴുന്നിട്ട് ചിന്തിക്കുന്നത് ഇതിനെപ്പറ്റി ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഭഗവാനെ ഒന്ന് കാണണം, എനിക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറയുന്ന പ്രണയഭക്തിയായിട്ടാണ് പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഭഗവാനിൽ നിന്ന് വരുന്ന എനർജീനെ നമുക്ക് കൃത്യമായി നമ്മുടെ ബോഡിയിലോട്ട് സെൻസ് ചെയ്യാനും പറ്റും. നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റും. നമ്മുടെ ഉള്ളങ്കാലിൽ നിന്ന് തരിപ്പ് നമുക്ക് മുകളിലോട്ട് അനുഭവപ്പെടും. നമ്മുടെ നെറ്റിയുടെ മധ്യഭാഗത്ത് നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. നിങ്ങൾ നന്നായി അങ്ങനെ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ഭഗവാനെ നന്നായി ഭഗവാന്റെ നെറ്റിയുടെ മധ്യഭാഗവും നമ്മുടെ നെറ്റിയുടെ മധ്യഭാഗവുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ടും നമ്മൾ നന്നായിട്ട് ഭഗവാനെ ഒന്ന് ഹഗ് ചെയ്യുന്നതായിട്ടോ നമ്മുടെ കൂടെ നിൽക്കുന്നതായിട്ടും മനസ്സിൽ വിചാരിച്ച് ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇതിന് മുമ്പുണ്ടായ അനുഭവമായിരിക്കില്ല ഇനി ഉണ്ടാവാൻ പോകുന്നത്. അനുഭവം വ്യത്യസ്തമായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ എന്തായിരിക്കും വേണ്ടത്? നിങ്ങൾ ഈ പറയുന്ന പോലെ ആതിരയുടെ പ്രശ്നങ്ങളുമായിട്ടല്ല പോണ്ടേ. പ്രശ്നങ്ങളെ മാറ്റി വെച്ചിട്ട് ഭഗവാനിൽ നിന്ന് വരുന്ന ആനന്ദത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടായിരിക്കണം അമ്പലത്തിൽ പോകേണ്ടത്. ഈ സമാധാനവും ഈ സന്തോഷവും ഈ ആനന്ദവും ആതിര തിരിച്ചു വന്നു കഴിയുമ്പോൾ അടുത്ത നിമിഷം ആ പറയുന്ന ബ്ലെസ്സിങ് ആതിരയുടെ പ്രശ്നങ്ങളിലോട്ട് എങ്ങനെ അതിന് സോൾവ് ചെയ്യാന്നുള്ള ഒരു ബോധം ആതിരയ്ക്ക് തനിയെ വരും. അതിലേക്ക് തനിയെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ഊർജം വരും. അതിലേക്ക് തനിയെ ആ ഒരു കോൺഫിഡൻസ് വരും. ഒറ്റയ്ക്കല്ല എന്നുള്ള തോന്നൽ വരും. ഒറ്റയ്ക്കല്ല എന്നുള്ള തോന്നൽ വന്നു കഴിയുമ്പോൾ എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് നേരിടാം, എനിക്ക് ഒരാളുടെ സപ്പോർട്ടും വേണ്ട എന്നുള്ളൊരു വലിയൊരു കോൺഫിഡൻസ് വരും. ഇതല്ലേ യഥാർത്ഥ ഭക്തി, ഇതല്ലേ യഥാർത്ഥ പ്രാർത്ഥന.
നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ അവിടെ ചെല്ലുന്നു, കരയുന്നു, പിഴിയുന്നു, സങ്കടപ്പെടുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. അമ്പലത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. ഭഗവാനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അതേ സങ്കടത്തിന് നമ്മൾ വീട്ടിൽ വന്നിരിക്കുന്നത്. ഇതേ സാധനം കിട്ടില്ല. ഇതാണോ ഞാൻ പറയുന്നതാണ് ശരി? ചിന്തിച്ചു നോക്ക്. അപ്പൊ നമ്മൾ കോൺഫിഡൻസും നമ്മുടെ ആത്മവിശ്വാസം എല്ലാം ബിൽഡ് ചെയ്തേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളെ ഓർത്തുകൊണ്ടല്ല, നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, ഇതിനകത്തിലിപ്പോ ഓറ അല്ലെങ്കിൽ അവിടുത്തെ ഓറയെ നമ്മളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ പോകേണ്ടത്? ഭഗവാന്റെ ചൈതന്യമുണ്ട്. ഭഗവാന്റെ ചൈതന്യത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? പക്ഷെ ചില ആൾക്കാർക്ക് അവിടെ പോയിട്ട് ചേട്ടൻ ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങൾ മാറ്റി വെക്കുന്നത് ഓക്കെ, പക്ഷെ അവർക്ക് അവിടെ പോയി ഇത് റിലീസ് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ലൈഫിൽ ഇനി ചിലപ്പോൾ ആ ഒരു ട്രസ്റ്റ് കൊണ്ടായിരിക്കാം, നമുക്ക് അതിനോടുള്ള ഒരു ബിലീഫ് കൊണ്ടാണ് നമ്മുടെ പ്രോബ്ലംസ് ഇവിടെ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു ബിലീഫ് കൊണ്ട് ജീവിതത്തിലെ ഉയർച്ചകളിലേക്ക് അല്ലെങ്കിൽ ആ പ്രശ്നത്തെ വളരെ ക്ലിയർ ആയിട്ടും വളരെ എളുപ്പത്തിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്, അവരതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നത്. നമ്മുടെ ശരീരത്തുള്ള നെഗറ്റീവായ ഊർജത്തെ റിലീസ് ചെയ്യലല്ല ദൈവത്തിന്റെ ജോലി. കാരണം അത് ഇന്നും നാളെയും നമ്മുടെ മരണം വരെയും നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളിതിനെ പിടിച്ചു വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണല്ലോ. ഇത് എവിടെ നിൽക്കാൻ പോകുന്നില്ല. നമ്മൾ ഒരിക്കലും അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞ് ഇത് റിലീസാവില്ല. പക്ഷെ നമുക്ക് സംഭവിക്കുന്നത് പോസിറ്റീവായ ഊർജം നമ്മളിലോട്ട് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായ ഊർജത്തിന്റെ അളവ് കുറയാൻ തുടങ്ങും. ആ സമയത്താണ് നമുക്ക് ആനന്ദ, സമാധാനം, സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഇത് അനുഭവിക്കാൻ പറ്റില്ല. മനസ്സിലാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായ ഊർജത്തെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട സ്ഥലമല്ല ക്ഷേത്രം. മനസ്സിലായോ? അവിടുത്തെ പോസിറ്റീവായ ഊർജ്ജത്തെ സ്വീകരിച്ചുകൊണ്ട് വരൽ മാത്രമേ നമുക്ക് അവിടെ സാധിക്കുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയുക പോലും വേണ്ട അമ്പലത്തിൽ ചെന്നിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നേരിടേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആലോചിച്ച് നോക്കൂ. അർജുനനോട് കൃഷ്ണൻ പറയാം പ്രശ്നമുണ്ടല്ലോ. അർജുനന് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന സമയമുണ്ടല്ലോ. കൃഷ്ണൻ പറയാം നീ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നാണോ കൃഷ്ണൻ പറഞ്ഞത്? അല്ലല്ലോ. കൃഷ്ണൻ ഉപദേശം കൊടുക്കുക. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനല്ല പറയുന്നത്, അതിനെ നേരിടാനാ പറയുന്നത്. മനസ്സിലായോ? അത് എവിടെ നിന്നിട്ടാണോ നേരിടേണ്ടത്? ആതിരയ്ക്കൊരു പ്രശ്നമുണ്ടോ അത് ആതിരയുടെ വീട്ടിലായിരിക്കും. ആതിരയ്ക്കൊരു പ്രശ്നമുണ്ടോ അത് ഓഫീസിലായിരിക്കും. ആതിരയ്ക്കൊരു പ്രശ്നമുണ്ടോ അത് ഒരു പക്ഷെ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിലായിരിക്കാം. അവിടെ നിന്നിട്ട് വേണം അതിനെ നേരിടാൻ. പക്ഷെ അപ്പോഴും ചേട്ടാ ദൈവമല്ലേ കൂടിയുള്ളത്? ഇപ്പൊ അർജുനന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ എന്തൊക്കെ വേണമെന്ന് ഡിമാൻഡ് ചോദിക്കുമ്പോഴും അർജുനൻ പറയുന്നത് ശ്രീകൃഷ്ണൻ ഒപ്പം മതി, കാരണം ദൈവം ഒപ്പം മതി, ശ്രീകൃഷ്ണൻ ഒപ്പം ഉണ്ടെങ്കിൽ ജയിക്കുമെന്ന് അറിയാം ഈസി ആയിട്ട്. അതന്നെയല്ലേ ബാക്കിയുള്ളവരും ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി അവര് ഇപ്പൊ അർജുനൻ ചെയ്യുന്നത് കൃഷ്ണനിലേക്ക് തന്റെ വിശ്വാസം സമർപ്പിക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ കൃഷ്ണൻ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ വിജയിക്കും, നമുക്കൊന്നും സംഭവിക്കില്ല, അതൊരു വിശ്വാസമാണ്. അതേ വിശ്വാസം തന്നെയല്ലേ ഇവിടുത്തെ ജനങ്ങളും അവിടെ കൊണ്ട് ആ ഒരു വിഗ്രഹത്തിന് മേലിലേക്ക് അർപ്പിക്കുന്നത്. ശരിക്കും ആണോ? അല്ലല്ലോ. നമ്മുടെ ഫുൾ നെഗറ്റിവിറ്റി എല്ലാം വിഗ്രഹത്തിന് മുകളിൽ കൊണ്ടിടുന്നത് ആണോ? വിശ്വാസമാണ് അർപ്പിക്കുന്നത്.